അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം 26 ഷോറൂമുകൾ. കോൾ 8590046916. SIR വരുത്തിയ മാറ്റങ്ങളെ തുടർന്ന് മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിലെ 10,000-കണക്കിന് വോട്ടുകളാണ് പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടതെന്ന് കോൺഗ്രസ് നേതൃത്വം. മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ സ്ഥാനാർത്ഥി നിർണയവും സുഗമമായി പൂർത്തിയാക്കിയതായും നേതൃത്വം അറിയിച്ചു. SIR വരുത്തിയ മാറ്റങ്ങളെ തുടർന്ന് മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിലെ 10,000-കണക്കിന് വോട്ടുകളാണ് പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടതെന്ന് കോൺഗ്രസ് നേതൃത്വം. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് അത്യന്തം നിർണായകമായ ഈ ഘട്ടത്തിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ജനങ്ങൾക്ക് ഗുരുതരമായ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്ന സാഹചര്യമാണിപ്പോൾ നിലനിൽക്കുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്ത ഈ ഘട്ടത്തിലും ഓരോ പൗരന്റെയും വോട്ട് ഉറപ്പാക്കാൻ വേണ്ട എല്ലാ നടപടികളും കോൺഗ്രസ് പാർട്ടി സ്വീകരിക്കുമെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ സ്ഥാനാർത്ഥി നിർണയവും സുഗമമായി പൂർത്തിയായതായും KPCC സെക്രട്ടറി KM സലീം, DCC വൈസ് പ്രസിഡന്റ് KM പരീദ്, മൂവാറ്റുപുഴ ബ്ലോക്ക് പ്രസിഡന്റ് ഇൻചാർജ് KO ജോർജ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഞങ്ങൾ പ്രധാനമായും ഇന്ന് ഈ പത്രസമ്മേളനം വിളിച്ചത് ഇന്നലെ DCCയിൽ അടിയന്തരമായി ഈ SIRനെ കുറിച്ച് കോൺഗ്രസ് നിയോജകമണ്ഡലത്തിൽ സമഗ്രമായി എല്ലാ പഞ്ചായത്തിലും ഈ SIR വരുത്തുന്ന മാറ്റങ്ങൾ വരുമ്പോൾ എത്ര വോട്ടുകളാണ് കുറഞ്ഞു പോകുന്നതിനെ സംബന്ധിച്ച ഒരു കണക്കെടുക്കണമെന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടിരുന്നു. അതനുസരിച്ച് ഇന്ന് അടിയന്തരമായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാരെ വിളിച്ചു ചേർത്ത് അന്വേഷിച്ചപ്പോൾ ഏകദേശം 10,000-ൽ പരം വോട്ടുകൾ ഈ മൂവാറ്റുപുഴ നിയോജകമണ്ഡലത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്ന് മാത്രമല്ല, ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ജനങ്ങൾക്ക് ഗുരുതരമായ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. സർക്കാരും രാഷ്ട്രീയ പാർട്ടികളും നിയമപരമായി പോരാട്ടങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതുപോലെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഒക്കെ സുപ്രീം കോടതിയിൽ കേസിന് പോകുന്നുണ്ടെങ്കിൽ പോലും കോടതിയിൽ നിന്നോ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നോ ഒരു അനുകൂലമായ തീരുമാനം ഇതുവരെ ലഭിച്ചിട്ടില്ല. ഘടകകക്ഷികളുമായിട്ട് ചർച്ച പൂർത്തീകരിക്കുവാനും ഒരു അലോസരവുമില്ലാതെ അതിൻ്റെ ചർച്ച പൂർത്തീകരിച്ച് മറ്റ് നടപടികളിലേക്ക് ഞങ്ങൾക്ക് പോകുവാനും കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആണെങ്കിലും ഇത്രയും ഒരു 132ഉം 19 അങ്ങനെ ഏതാണ്ട് 50-52 സ്ഥാനാർത്ഥികളെ ഞങ്ങൾ തീരുമാനിക്കുമ്പോൾ 2-3 സ്ഥലങ്ങളിലാണ് ആകെ ഈ അഭിപ്രായ വ്യത്യാസം ഉടലെടുത്തിരിക്കുന്നത്. അതും ഞങ്ങൾ ഇന്നും നാളെയുമായി പിൻവലിക്കുന്ന ഡേറ്റിന് മുമ്പായിട്ട് അവരെ കണ്ട് പിൻവലിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പിൻവലിച്ചതിന് ശേഷം ഒരു റബ്ബർ സ്ഥാനാർത്ഥികൾ ഉണ്ടാകില്ലെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമുണ്ട്. നമുക്കിവിടെ MP, MLA രണ്ടും കോൺഗ്രസിൻ്റെയാണ്. പക്ഷേ അവരുടെ ഒന്നും ഒരിടപെടലും സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. അടിവരയിട്ട് പറയേണ്ട കാര്യമാണ്. പ്രിയപ്പെട്ട സലീം സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ ഈ 5-6 പേര് ചേർന്നാണ് എല്ലാ സ്ഥലത്തും സ്ഥാനാർത്ഥിയെ നിർണയിച്ചത്. ഒരു സ്ഥലത്തും ഞങ്ങൾ തമ്മിലൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ല. അങ്ങനെ മുഴുവൻ സ്ഥാനാർത്ഥികളെ ഞങ്ങൾക്ക് നേരത്തെ തന്നെ നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞു. അപ്പോൾ വാർഡ് തലത്തിൽ അങ്ങനെ വരുന്ന സ്ഥാനാർത്ഥിക്ക് വാർഡിലൊരു കോർഡിനേഷൻ കമ്മിറ്റി വച്ചിട്ടുണ്ട്. പഞ്ചായത്തിൽ ആ പഞ്ചായത്ത് കോർഡിനേഷൻ കമ്മിറ്റി ഇത് അപ്രൂവ് ചെയ്ത് ഇങ്ങോട്ട് തരും. ഞങ്ങളത് ജില്ലയിലേക്ക് കൊടുക്കും, അത് പബ്ലിഷ് ചെയ്യും. മുനിസിപ്പാലിറ്റിയിലായാലും അത് തന്നെ. മുനിസിപ്പാലിറ്റിയിലും ഒരു പ്രശ്നവും ഇവിടെ ഉടലെടുക്കേണ്ട ഒരു നിസ്സാരം ഒരു വാർഡിൽ മാത്രമാണ് നമുക്ക് ഈ പ്രാവശ്യം ഉണ്ടായത്. വാളകം കുന്നയ്ക്കാലിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ മാത്യു കുഴൽനാടൻ MLAക്ക് പങ്കില്ലെന്നും പഞ്ചായത്തിൽ MLAക്കെതിരെ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചവർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്നും KM സലീം പറഞ്ഞു. 5-ാം വാർഡിൽ അവിടെ 5 പേരുടെ പേര് വന്നിരുന്നു. അതിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കണമായിരുന്നു. അത് അന്ന് ഞങ്ങൾ പലവട്ടം അവിടെ ഉഭയകക്ഷി ചർച്ച അതിൻ്റെ ഉള്ളിൽ നടത്തിയെങ്കിലും ഒരാളെ നമുക്ക് അനൗൺസ് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ 4-ാം വാർഡിലും
അങ്ങനെ തർക്കമുണ്ടായിരുന്നു. 4-ാം വാർഡിൽ കഴിഞ്ഞ വർഷം ഒരു റിബൽ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. ആ റിബൽ സ്ഥാനാർത്ഥി പിടിച്ച വോട്ടിൻ്റെ ഇരട്ടി ഭൂരിപക്ഷത്തിനാണ് അന്ന് ആ വാർഡിൽ മത്സരിച്ച സ്ഥാനാർത്ഥി വിജയിച്ചത്. അപ്പോൾ 4-ാം വാർഡിലും ഇങ്ങനെ പല പേരുകൾ വന്നുവെങ്കിലും ഞങ്ങൾക്ക് അവസാനം ഒരു പഞ്ചായത്തിലെ ഏറ്റവും എക്സ്പീരിയൻസ് ഉള്ള ആളുകളിൽ ഒരാളെ ഒരു സേഫ് വാർഡിൽ മത്സരിപ്പിക്കണമെന്ന് സംഘടനാപരമായി ഇവിടെ മൂവാറ്റുപുഴ നിയോജകമണ്ഡലത്തിലെ കോർ കമ്മിറ്റി തീരുമാനിച്ചു. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ശ്രീ KM പരീത്, അതുപോലെ ഉല്ലാസ് തോമസ്, അതുപോലെ ശ്രീ BP എൽദോസ്, അതുപോലെ പിന്നെ ഈ ബ്ലോക്കിൻ്റെ ഇവിടെ വാളം ഉൾപ്പെടുന്ന ബ്ലോക്കിൻ്റെ ചാർജുള്ള സാബു ജോൺ, ഞാനും ഉൾപ്പെടുന്ന ഒരു സമിതിയാണ് ഏറ്റവും അവസാനം ആ ഇതിൽ അതൊരു സേഫായിട്ടുള്ള ഒരു സീറ്റിൽ ഒരാളെ മത്സരിപ്പിക്കണം എന്നാഗ്രഹിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ വാർഡ് കമ്മിറ്റി വിളിച്ചു കൂട്ടിയപ്പോൾ 11 പേര് വന്നു. ആ 11 പേരിൽപ്പെട്ട ഒരാളെ പിന്നെ ഞങ്ങളിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു. അതിൽ ഇവിടെ KMP പറഞ്ഞോണം ഇവിടുത്തെ MPയോ MLAയോ ആരും അതിൽ ഇടപെട്ടിട്ടില്ല. അങ്ങനെ 4-ാം വാർഡിൽ അനൗൺസ് ചെയ്തപ്പോൾ ആ വാർഡിലെ കുറച്ച് പേര് അതാരൊക്കെയാണെന്ന് ഞങ്ങൾ പിന്നെ അവിടെ സമിതിയെ വെച്ചിട്ടുണ്ട്. അതിൽ പങ്കെടുത്ത ആളുകൾ ആരൊക്കെയാണ് എന്ന് വെച്ചാൽ തീർച്ചയായും അച്ചടക്ക നടപടി സ്വീകരിക്കും. പിന്നെ അവർക്ക് ഷോക്കോസ് കൊടുക്കും. ഷോക്കോസ് കൊടുത്തതിന് ശേഷം അവർ പിന്മാറുന്നില്ലെങ്കിൽ അവർ തീർച്ചയായും DCC പ്രസിഡന്റിന് അവരെ സസ്പെൻഡ് ചെയ്യാൻ ശുപാർശ കൊടുക്കുന്നതായിരിക്കും. സസ്പെൻഡ് ചെയ്യും. അതാണ്. അല്ലാതെ MLA ആയിട്ട് ഒരു വിധത്തിലും ആ സംഭവത്തിന് ഒരു ബന്ധവുമില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർ യോഗ്യയായ ആളാണ് എന്ന് അവിടെ ആ പ്രദേശത്തുള്ള എല്ലാ വാർഡിലും ഉള്ള ആളുകൾ ഞങ്ങളെ ബോധ്യപ്പെടുത്തി എന്നുള്ളതാണ്. അതുകൊണ്ട് ആ ഒരു സിഗ്നൽ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ അവർ ഒരു അവിഭാജ്യ ഘടകമാണ്, അവരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ അവർ ഏത് വാർഡിൽ നിന്നാണ് വരുന്നത്? അവർ 4-ാം വാർഡിലാണ്. ആ 4-ാം വാർഡിൽ ആ സ്ഥാനാർത്ഥി തന്നെ നിൽക്കട്ടെ, അത് ഞങ്ങൾ ഏകകണ്ഠമായി തീരുമാനിച്ചു. ആ തീരുമാനമാണ് പുറത്തേക്ക് വിട്ടത്. അതുപോലെ തന്നെ മറ്റേ 5-ാം വാർഡിൽ ഇപ്പോൾ ഉള്ള ബിന്ദുവില്ലേ, ബിന്ദു ദിലീപിനെയും അവർ തന്നെ പറഞ്ഞ സ്ഥാനാർത്ഥി, ഞങ്ങളൊന്നും നേരിട്ട് എടുത്തതല്ല. അവർ തന്നെ ഈ 5-ാം വാർഡുകാർ തന്നെ പറഞ്ഞ 5-ാം വാർഡിലുള്ള താങ്കൾ പറഞ്ഞ പഴയ പ്രസിഡന്റ് ബിനോയാണ് അതിൻ്റെ അകത്ത് സെക്കൻഡ് ചെയ്തേക്കണം. ബിനോയാണ് ആ വാർഡിൽ സെക്കൻഡ് ചെയ്തേക്കണം. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരു വകം പേടിക്കേണ്ട. നമ്മുടെ ഈ പിൻവലിക്കുന്ന സമയമായി കഴിയുമ്പോൾ ഈ ചിത്രത്തിൽ വേറെ ഒരു മനുഷ്യൻ കാണില്ല UDFൻ്റെ. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥികളെല്ലാം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് മത്സരത്തിന് ഒരുങ്ങിയിട്ടുണ്ടെന്നും നേതാക്കൾ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.